നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എഴുതിയിട്ട് തീരുന്നില്ല, പിന്നെ എഴുതാനുണ്ട്. ഇതാണ് ഇത്ര ഡിലേ ആവുന്നത്. നിങ്ങളുടെയൊക്കെ പേര് ഇപ്പൊ 2 to 3 ടൈംസിൽ 2 to 3 ടൈംസ് അല്ല, ഒരുപാട് തവണ പേര് വന്നവരൊക്കെ ഉണ്ട്. ക്വിക്കായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഇന്ന് തന്നെ പേര്. വെൽക്കം ബാക്ക് ടു വീൻസ് ബുട്ടീക്ക്. അപ്പം നമ്മൾ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഗിവ് അവേയുടെ അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ എഴുതി സത്യം പറഞ്ഞാൽ ഞാൻ ഇമ്പോസിഷൻ എഴുതുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു ഇത്. ഒരുപാടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എഴുതി എനിക്ക് തോന്നുന്നു ഒരു 3 days എടുത്തു ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. ആക്ച്വലി എഴുതി കുറേ നേരം കഴിയുമ്പോൾ മടുക്കും, നിർത്തും, പിന്നെ എഴുതും. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം എന്ന് ഓർത്തിട്ട് തന്നെ ഇതിലൊക്കെ നിങ്ങളുടെ പേരൊക്കെ കാണാൻ പറ്റും. എല്ലാവരുടെയും പേരുണ്ട് ഇതിനകത്ത്. മടക്കലും എഴുതലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ടാസ്ക് ആയിരുന്നു. അപ്പം നമ്മൾ ഈ സാരീസാണ് നിങ്ങളോട് ചോദിച്ചിരുന്നത്, നിങ്ങൾക്ക് ഏത് സാരിയാണ് താല്പര്യം എന്നുള്ളത്. സോ ഏത് സാരിയാണ് തരുന്നതെന്ന് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് വിന്നറിനെ അങ്ങ് സെലക്ട് ചെയ്യാം, ഡിലേ ഇല്ലാതെ. നമ്മൾ ഉദ്ദേശിച്ചതിലും ഒത്തിരി ലേറ്റായി വിന്നറിൻ്റെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എൻ്റെ വാവേനെ കൊണ്ടാണ് വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഗിവ് അവേയും ഇന്നത്തെ വീഡിയോയിൽ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും, സിൻസ് ഇത് ശരിക്കും ഒരു ഇമ്പോസിഷൻ എഴുതുന്ന ഒരു രീതി ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒറ്റയ്ക്ക് മാനേജ് ചെയ്യൽ പാടായിരിക്കുമല്ലോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ കുത്തിയിരുന്ന് എഴുതിയതാണ്. സോ നിങ്ങളോട് പറയാണ്, നമ്മൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗിവ് അവേ ആയിരിക്കും അടുത്തതായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലെ വിന്നറിനെ നമുക്ക് അനൗൺസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഗിവ് അവേനെ പറ്റി പറയാം. ഞാൻ ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു ഷാനു. ഇതിന്ന് എടുത്തോ. പ്രജിത MBക്കാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മുടെ വിന്നർ പ്രജിത MB ആണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് പ്രജിത. അപ്പോൾ ഈ സാരീസ് ആയിരുന്നു നമ്മൾ നിങ്ങളുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചത്, ഏത് സാരി വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഒരുപാട് റെസ്പോൺസസ് ഉണ്ടായിരുന്നു, പലർക്കും പല സാരീസാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഡിസിഷൻ എടുക്കുന്നതിലും ബെറ്റർ വിന്നറിനെ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ. സോ അപ്പോൾ ഇതിൽ ഏത് ഗിഫ്റ്റ് വേണം എന്നുള്ളത് വിന്നറായ പ്രജിതയ്ക്ക് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആ പെർട്ടിക്കുലർ സാരി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഗിവ് അവേയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ അനൗൺസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഗിവ് അവേ അനൗൺസ് ചെയ്യാണ് കൈയോടെ തന്നെ. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ നടത്തിയ സമയത്ത് നമ്മുടെ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോലും അധികം ആളുകൾ ഉണ്ടായില്ല. അപ്പോൾ അതിൽ നിന്ന് ഇന്നിപ്പം നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ കൊടുക്കുമ്പോൾ നമുക്ക് 100 സബ്സ്ക്രൈബർ പോലും ഇല്ലായിരുന്നു. ഐ തിങ്ക് വളരെ കുറവായിരുന്നു സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്തവർ, ആ സ്റ്റേജ് മുതൽ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട്, ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു മൈൽ സ്റ്റോൺ അല്ലേ. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അതിന് കാരണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു നെക്സ്റ്റ് ഗീവ് അവേ. അപ്പോൾ നമ്മളൊരു ലിനൻ കോട്ടൺ മിക്സ് വരുന്ന ഒരു സാരിയാണ്. നമ്മളിത് 980 റുപ്പീസിനാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് സ്റ്റോക്ക് കുറേ ഉണ്ട്, ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആൻഡ് പാറ്റേൺ ആയിരിക്കും അപ്പോൾ ചൂസ് ചെയ്യാൻ തന്നെ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ. അതർവൈസ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സാരി എന്തായാലും ഒരെണ്ണം റീറ്റെയിൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ ലിനൻ കോട്ടൺ സാരി ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരാൻ പോകുന്നത്. ആൻഡ് ഗിവ് അവേ റൂൾസിലേക്ക് നമുക്ക് കടക്കാം.
ഗീവ് അവേ റൂൾസ് എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യത്തെ ഗീവ് അവേ ഇതുവരെ നമ്മൾ നടത്തിയ ഗീവ് അവേസ് എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ഗീവ് അവേ ആയിരുന്നു. ആൻഡ് നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഞാനാണ് കേട്ടോ. എഴുതി മടുത്തു എന്ന് തന്നെ പറയാം, അത്രയും ഉണ്ടായിരുന്നു. ആൻഡ് അത് വേറൊരു സൈഡിൽ കൊണ്ട് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഹാപ്പിനെസ്. കാരണം ഒന്നോ രണ്ടോ കമൻറ്റ് മാത്രം വന്നതിൽ നിന്ന് ഇത്രയധികം കമൻറ്റ്സ് വന്നുകൊണ്ടാണല്ലോ എഴുതി മടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ബിഗ് താങ്ക്സ് ഉണ്ട് നിങ്ങളോട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഗിവ് അവേയുടെ റൂൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരാം നമുക്ക്. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ വരുന്ന വീഡിയോസ് സ്റ്റാറ്റസ് ആക്കിയതിന് ശേഷം 24 hours കീപ്പ് ചെയ്യുക. 50 പേരെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ ആ ഒരു ലോട്ടിലേക്ക് നിങ്ങളുടെ പേര് വരുന്നതായിരിക്കും. ഈച്ച് വീഡിയോസിന് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഗീവ് അവേയുടെ റൂള്. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. പ്രജിത MBക്ക് കൺഗ്രാജുലേഷൻസ് അഗെയിൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.